മാനത്തുള്ള ചെലുവിളക്കേ കീഴെ നിന്ന് ഞാൻ കണ്ടതല്ലേ കാറു വന്നേ കോളേറ്റം വന്നേ കാറ്റു വന്നേ പിന്നെ പറഞ്ഞേ കുന്നും കടന്ന് ഞാനിങ്ങു വന്നേ പിന്നെയും നോക്കുമ്പോൾ ഞാനങ്ങു പോയേ. എല്ലാവർക്കും ഗീങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗണൊക്കെ നീട്ടി ഉടനെ പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നാനുള്ള പുറത്ത് പോയിട്ടൊരു വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് അത് പറ്റിയല്ല. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുന്നത്. പിന്നെ അവിടെ സംസാരിക്കാൻ പോകുന്നത് വാട്സാപ്പിൽ നല്ല HD ക്ലാരിറ്റിയിൽ നല്ല സ്മൂത്തായിട്ട് എങ്ങനെയാണ് സ്റ്റാറ്റസ് ഇടുന്നത് പറ്റിയാണ്. ഇപ്പോൾ നമുക്ക് വാട്സാപ്പ് സ്റ്റാറ്റസുകളിൽ പല പാട്ടുകളുടെയും പല സിനിമകളിലെ കുറച്ച് സീനുകളൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് ഭയങ്കര ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം പ്രീമിയർ പ്രോ വേണം. അപ്പോൾ ഞാൻ പ്രീമിയർ പ്രോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇനി പ്രീമിയർ പ്രോയിൽ എങ്ങനെ നമുക്കൊരു വീഡിയോ സ്മൂത്ത് ആകുന്ന കാര്യം നമുക്ക് നോക്കാം. ഈ വീഡിയോയുടെ തുടക്കം നിങ്ങൾ കണ്ട ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, അതൊരു 24 FPS ക്ലിപ്പായിരുന്നു. പക്ഷേ അത് കാണാനൊരു 60 FPSൻ്റെ ഫീൽ വരുന്നുണ്ടായിരുന്നു അല്ലേ. അത് ആ ഒരു സ്മൂത്ത്നെസ്സിൻ്റെയാണ്. അത് നമ്മൾ പ്രീമിയർ പ്രോ വെച്ചാൽ ചെയ്തത്. അതെങ്ങനെയാണ് ചെയ്തത് നമുക്കിപ്പോൾ നോക്കാം. പുറത്ത് നല്ല മഴയാണ്, അപ്പോൾ കുറച്ച് നോയ്സൊക്കെ ഉണ്ടാവും കേട്ടോ, ഒന്ന് ക്ഷമിച്ചാലേ. അപ്പോൾ ആദ്യം തന്നെ ഫയൽ ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. നമ്മുടെ പ്രൊജക്റ്റ് ഓപ്പണായി വന്നു. ഇനി നമുക്ക് നമ്മുടെ ഏതൊരു ഫയൽ എടുത്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊരു 24 FPS ഫുൾ HD ക്ലിപ്പാണ്. ഒരു 5 സെക്കൻഡ് ക്ലിപ്പേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ക്ലിപ്പ്. കണ്ടോ, ഫ്ലോ ഇല്ല, ഒന്നുമില്ല, ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിലാദ്യം നമ്മൾ ചെയ്യേണ്ടത് സീക്വൻസിൽ പോയി സീക്വൻസ് സെറ്റിങ്സ് ഇത് മാറ്റി കസ്റ്റം ഇടുക. അതായത് നമുക്ക് ടൈം ബേസ് 60 FPS വേണം. 60 FPS ആക്കുക. ഓക്കെ അടിക്കുക. ഓക്കെ, എന്നിട്ട് ക്ലിപ്പിൽ വന്ന് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ടൈം ഇൻ്റർപോളേഷൻ ഒപ്റ്റിക്കൽ ഫ്ലോ. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 24 FPS ക്ലിപ്പ് 60 FPS ടൈം ലൈനിൽ വന്ന് നടക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഓരോരോ ഫ്രെയിംസും നമുക്ക് ഒപ്റ്റിക്കൽ ഫ്ലോ വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റും. ഒപ്റ്റിക്കൽ ഫ്ലോ അങ്ങനെ ഒരു ഫില്ല് ചെയ്യലാണ്, ഓരോ ഫ്രെയിം ഇടയ്ക്ക് ഉണ്ടാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ അതേ കണ്ട ഇങ്ങനെ ഇരിക്കും, ഒരു ഫ്ലോ വന്നുണ്ടോ, അതാണ് സംഭവം. ഇതൊരു 24 FPS ആണല്ലോ. നമുക്കിതിന് സ്ലോ മോഷൻ വേണമെന്നിരിക്കട്ടെ. ഒരു 30 FPS അല്ലെങ്കിൽ 24 FPS നമുക്ക് സ്ലോ മോഷൻ ആക്കണമെങ്കിൽ നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടും അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഇത്രയേ ചെയ്യേണ്ടുള്ളൂ. റൈറ്റ് ക്ലിക്ക് അടിക്കുക, സ്പീഡ് ഓഫ് ഡ്യൂറേഷൻ പോവുക, സ്പീഡ് നേരെ 50 ആക്കുക, ഒപ്റ്റിക്കൽ ഫ്ലോ ഓക്കെ. കണ്ടോ, ഇങ്ങനെ സ്ലോ മോഷനും റെഡിയായി. ആ 24 FPS ക്ലിപ്പിൽ നിന്ന് നമുക്ക് സ്ലോ മോഷൻ കിട്ടിയതാണ്. അങ്ങനെയാണ് സ്ലോ മോഷൻ വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഒരു ക്ലിപ്പ് ഇതേ ക്ലാരിറ്റിയിൽ നമുക്ക് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ സ്റ്റാറ്റസ് എങ്ങനെ കാണണം എന്നുള്ളതാണ് ആൾക്കാർ. ഒന്നെങ്കിൽ നമുക്ക് ലാൻഡ്സ്കേപ്പായിട്ട് തന്നെ വയ്ക്കാം, അല്ല പോർട്രേറ്റ് ആയിട്ട് തന്നെ വയ്ക്കാം അല്ലേ. ഇപ്പം ഈ ഒരു 16:9 ആസ്പെക്ട് റേഷ്യോ തന്നെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, നമുക്കിത് നേരെ തിരിഞ്ഞ് കിട്ടണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സീക്വൻസ് സെറ്റിങ്സിൽ പോവാം. ഇത് നേരെ തിരിച്ചു കൊടുത്താൽ മതി. ഫുൾ HD പ്ലസ് ആണെങ്കിൽ അതനുസരിച്ച് വയ്ക്കുക. ഇപ്പോൾ ഞാനിത് ഈ റെസൊല്യൂഷൻ തന്നെ വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 1080 വയ്ക്കുക, ഇവിടെ 1920 വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതെ നമ്മുടെ പകുതി ഫ്രെയിം അങ്ങ് പോയല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ എല്ലാ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, റൊട്ടേഷൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക, 90 സംഭവം റെഡി. കണ്ട, അപ്പോൾ നമ്മുടെ ഫോണിൽ കാണുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നേരെ എക്സ്പോർട്ട് ചെയ്യുക. മാക്സിമം റെൻഡർ ക്വാളിറ്റി സെലക്ട് ചെയ്യുക, റെൻഡർ മാക്സിമം ഡെപ്ത്. നമുക്ക് 64 MB ആട്ടോ നമുക്കിവിടെ മാക്സിമം വരേണ്ട സൈസ്. 30 സെക്കൻഡ് താഴെയുള്ള വീഡിയോ ആണെങ്കിൽ എന്തായാലും 64 MB താഴെ വരത്തുള്ളൂ. നിങ്ങൾക്ക് 64 MBക്ക് മേളിൽ വന്നാൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ബിറ്റ് റേറ്റ് സെറ്റിങ്സ് ആണ്. ടാർഗറ്റ് ബിറ്റ് റേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇച്ചിരി കുറയ്ക്കുക, 2 കട്ട് കുറയ്ക്കുക, 8 ആക്കുക. മാക്സിമം ബിറ്റ് റേറ്റ് അത് തന്നെ കിടന്നോട്ടെ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചിലയിടത്ത് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പോകും. കുറേ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് ഈ മാക്സിമം ബിറ്റ് റേറ്റ് കയറി അതങ്ങ് അഡ്ജസ്റ്റ് ആയിട്ടങ്ങ് പോയിക്കോളും. ടാർഗറ്റ് ബിറ്റ് റേറ്റ് 8 കൊടുത്താൽ നമുക്ക് 64 MB താഴെ ഫയൽ കിട്ടും. അപ്പോൾ അത് നേരെ എക്സ്പോർട്ട് ചെയ്യുക. പിന്നെ
അപ്പോൾ നമ്മുടെ വീഡിയോ കൺവേർട്ടാക്കി ഇട്ടിട്ടുണ്ട്. കൺവേർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ മാറ്റി നല്ല ഫ്ലോയിൽ സംഭവം ഇട്ടിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ നമുക്ക് വാട്സാപ്പിൽ കയറ്റാമെന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് വാട്സാപ്പ് വെബ് വേണം. വാട്സാപ്പ് വെബ് എടുക്കുക. നിങ്ങളുടെ ഫയൽ എടുത്ത് ഫ്രണ്ട്സിനോ ഗ്രൂപ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതങ്ങ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. 64 MB ആണ് ലിമിറ്റ്. അതിന് താഴെ ആയിരിക്കണം നമ്മുടെ ഫയൽ സൈസ്. ഇത് സെൻഡ് ചെയ്യുക. ഇത് ഫോണിൽ അയക്കുന്നതല്ല, വാട്സാപ്പ് വെബ് വഴിയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 0 ആണ് കംപ്രഷൻ. ഇത് കംപ്രസ് ആവത്തില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫോണിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് നേരെ ഫോർവേഡ് ചെയ്ത് സ്റ്റാറ്റസ് ആക്കുക. അപ്പോൾ നമുക്ക് ഈ സെയിം ക്വാളിറ്റിയിൽ ഇങ്ങനെ അടിപൊളി നല്ല സ്മൂത്തായിട്ട് നമുക്ക് വീഡിയോ നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ലോക്ക്ഡൗണൊക്കെ മാറി കോവിഡിൻ്റെ നിരക്കൊക്കെ കുറഞ്ഞ് സമാധാനപരമാവുന്നവരെ നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാം. എന്നിട്ട് പുറത്തേക്കുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. ദിസ് ഇസ് Geek സൈനിങ് ഓഫ്.